ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മുടെ മേക്കിംഗ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു തംബ്നെയിലുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 1/2 ഇഞ്ച് സാറ്റിൻ റിബൺ വെച്ചിട്ട് തന്നെയാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഫ്ലവർ ചെയ്യാവുന്നത് എങ്ങനെയാണെന്നാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാൽ ഇനി ഞാനിതാ ഇപ്പോൾ കാണിക്കുന്ന ഇതുപോലുള്ള ഹെയർ ബാൻഡ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂന്നാമത്തെ ഐറ്റമായിട്ട് കൂട്ടാമേ. നമ്മൾ ഓൾറെഡി 2 ഐറ്റംസ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇത് 3 എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നമ്മുടെ കിറ്റിൽ നമ്മൾ 4 കളേഴ്സ് റിബണാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 4 കളേഴ്സ് റിബൺ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 കളറോ 2 കളറോ തന്നെ 2 കളർ എടുത്താലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആദ്യത്തെ ലെയറിൽ 1 കളർ വയ്ക്കുക, അടുത്ത ലെയറിൽ അടുത്ത കളർ വയ്ക്കുക. ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കളർ റിബൺ കൊണ്ട് നമുക്ക് ഈ ഒരു മോഡലും കൂടെ ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക. റിപ്പീറ്റ് ചെയ്ത് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ 2 കളർ, ഏതെങ്കിലും 2 കളർ മാച്ചിങ് ആവുന്ന കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ആദ്യം 1 കളർ വെച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത കളർ വെച്ച് രണ്ടാമത്തെ ലെയർ ചെയ്യുക. അങ്ങനെ ഓരോ കളറും 3 റൗണ്ട് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ഐറ്റം. ഇനി നമ്മൾ 5ാമത്തത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ 1/2 ഇഞ്ചിൻ്റെ റിബൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു റിബൺ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ റിബണിന് നമുക്കൊരു നൂലും സൂചിയും ആവശ്യമുണ്ട്. അപ്പോൾ സൂചിയിൽ നൂല് കോർക്കുക. അതിനുശേഷം ഈ റിബൺ ഇങ്ങനെ പിടിക്കുക. റിബണിൻ്റെ ഈ അറ്റത്തുനിന്ന് നമ്മളിങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതിൻ്റെ എൻഡ് പോർഷൻ വരെ, അതായത് നമ്മൾ 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു എൻഡ് വരെ എത്തിക്കുക കേട്ടോ. ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല. അതായത് നമ്മൾ 15 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 അറ്റവും പതുക്കെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ നൂല് വിട്ട് പോരില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നൂലിങ്ങനെ വലിഞ്ഞ് വരുവേ. നമ്മൾ എടുത്തിട്ടുള്ള റിബണിൻ്റെ എൻഡ് വരെ നമ്മളിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തതിന് ശേഷം ആ നൂല് ബാക്കി വലിച്ചെടുത്തിട്ട് ആ 2 അറ്റവും കൂടെ ഇതുപോലെ നന്നായിട്ട് ആദ്യമേ മുറുക്കി കെട്ടിയെടുക്കുക 1 റൗണ്ട്. അതിന് ശേഷം 2 പ്രാവശ്യവും 3 പ്രാവശ്യവും നന്നായിട്ട് ഒരു പ്രാവശ്യം നന്നായിട്ട് ചുറ്റിയിട്ട് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. എക്സ്ട്രാ ഉള്ള നൂല് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഭയങ്കര സിമ്പിളാണ്. ബാലൻസ് ഉള്ള നൂല് മുറിച്ച് കളഞ്ഞതിന് ശേഷം ആ നൂലിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, അതൊന്ന് ലൈറ്റർ വെച്ച് പതുക്കെ ഉരുക്കി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ച് നമുക്ക് ഈ ഫ്ലവർ ഒന്ന് വിടർത്തി അതിൻ്റെ ആ ഒരു പെറ്റൽസ് ഒന്ന് വിടർത്തി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിന് എന്തോ ഒരു ഫിനിഷിങ് കുറവുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാലും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വൈറ്റ് കളറിലെ സ്റ്റോൺസ് ഉണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക കേട്ടോ. അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ആ സ്റ്റോണ് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് അമർത്തി പിടിക്കുക കേട്ടോ. ഒരു 30 സെക്കൻഡ് അമർത്തി പിടിക്കുമ്പോൾ അത് ഒട്ടും. അങ്ങനെ നമുക്ക് ഒരു 2 ഫ്ലവേഴ്സായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലത്തെ 2 ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അലിഗേറ്ററിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു അലിഗേറ്റർ എടുക്കുന്നുണ്ട്. അലിഗേറ്റർ എടുത്തിട്ട് ഒരു പീസ് ഒരു ഫോം ഷീറ്റാണ് എടുക്കുന്നത്. ഗ്ലിറ്റർ ഫോം ഷീറ്റോ നോർമൽ ഫോം ഷീറ്റോ നിങ്ങൾക്ക് എങ്ങനത്തത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. മാച്ചിങ് കളറോ അല്ലെങ്കിൽ വേറെ കളേഴ്സ് ആയാലും പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ അടുത്ത് ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഫോം ഷീറ്റിൽ ചെയ്യുന്നത്. ക്യാൻവാസ് ഉണ്ടെങ്കിൽ ശരിക്കും ക്യാൻവാസിൽ ചെയ്താൽ മതിയാവും. കുറച്ചും കൂടെ നന്നായിട്ട് ഒട്ടി അവിടെ ഇരുന്നോളും. ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഈ അലിഗേറ്ററിൻ്റെ ലെങ്ത്തിലുള്ള ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നമ്മുടെ അലിഗേറ്ററിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫോം ഷീറ്റ് ഇപ്പോൾ ഒട്ടിച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോം ഷീറ്റിൻ്റെ മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഫ്ലവേഴ്സിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് അതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2ഉം ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. നമുക്കറിയാം 7000 ഗ്ലൂ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒട്ടുന്നൊരു സംഭവമല്ല, കുറച്ച് സമയം എടുക്കും. പക്ഷെ അത് ഒട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വിട്ടു പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒട്ടുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ഫ്ലവറും അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, 2 ഫ്ലവേഴ്സും നമ്മളിതുപോലെ ആ ഒരു അലിഗേറ്ററിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം. അതായത് നമ്മൾ 4 പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ 5ാമത്തെ ഐറ്റം. ഇനി നമുക്ക് ഇതേ മെത്തേഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വേറൊരു ഐറ്റം കൂടെ ചെയ്യാം. ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ നമുക്ക് ആ ഹെയർ ബാൻഡും ഈ ഒരു ക്ലിപ്പും കൂടെ കോംബോ ആയിട്ടൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അലിഗേറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ 3 ഫ്ലവേഴ്സും കൂടിയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. സെയിം കളറാണ്. 3 ഫ്ലവേഴ്സും കൂടിയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ എന്നിട്ടൊരു പിങ്ക് ഹെയർ ബാൻഡും കൂടെ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ 3 ഫ്ലവർ വയ്ക്കാൻ വേണ്ട ലെങ്ത്തിൽ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ ഒരു ഹെയർ ബാൻഡിൻ്റെ വിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് ആദ്യം തന്നെ സാറ്റിൻ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്ലവറിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോഡൽ ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഹെയർ ബാൻഡ്സും ക്ലിപ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 ഐറ്റംസ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് സെയിൽ ചെയ്യാം. അതല്ലെങ്കിൽ മക്കൾക്കായാലും യൂസ് ചെയ്യാം. അലിഗേറ്റർ വയ്ക്കുമ്പോൾ പെയറായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇത്രയും ഐറ്റംസ് നമ്മളിന്ന് പഠിച്ചു. 2 ഐറ്റംസിൻ്റെ വീഡിയോ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗിനേഴ്സൊക്കെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ കാണുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.